ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ ലെസ്റ്റീസ് പ്രിലിംസ് ക്ലാസ്സിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ക്ലോക്കാണ്. ക്ലോക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ തന്നെയാണ്. കുറച്ച് സിമ്പിളായ ഒരു പോർഷനാണ്, അധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പോർഷനാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം. രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പ്രധാനമായും വരാതെ. ഒന്ന് റിഫ്ലക്ഷൻ, ഒരു മിറർ ഇമേജിന്റെ സമയം എത്രയാണ്, അതിലേക്ക് ഒരു റിഫ്ലക്ഷനിലെ ക്ലോക്കിന്റെ റിഫ്ലക്ഷന്റെ സമയം എത്രയാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ, ഒരു സമയം തന്നിട്ട് ആ സമയം ആയിരിക്കുന്ന സമയത്ത് മിനിറ്റ്സ് ഹാൻഡും ഹവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്. ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യത. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു തുടങ്ങിയാലോ. ഞാന് LST എന്നല്ല, ഡിഗ്രി ലെവൽ എക്സാമുകളിലെ 2021 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ചോദ്യങ്ങൾ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമേ എന്തായാലും വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഹവർ ആൻഡ് മിനിറ്റ് ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ഷോയിങ് ദ ടൈം 9:10? What is the angle between the hour and minute hands of a clock showing the time 9:10? 9:10 എന്ന സമയത്ത് മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. 9:10 മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഈ ചോദ്യം ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ബേസിക് ഐഡിയകളൊക്കെ വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഞാൻ പതിവ് പോലെ 30 സെക്കൻഡ് സമയം നിങ്ങൾക്ക് തരാം. നിങ്ങൾ അതിനുള്ളിൽ ചെയ്ത് ആൻസേഴ്സ് കമന്റ് ചെയ്യട്ടോ. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ചെയ്ത് നോക്കിയോ? ഓക്കെ, ആൻസേഴ്സ് വെരി ഗുഡ്, കറക്റ്റ് ആണ്. അൻഷിത ഒന്നുകൂടി ചെക്ക് ചെയ്യൂ. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് ഇക്വേഷൻ, അതായത് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ടസ്റ്റ് ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ടു ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ഡിഫറെന്റ് ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക്, രണ്ട് ഹാൻഡ്സ് തമ്മിലുള്ള, രണ്ട് ഡിഫറെന്റ് ഹാൻഡ്സ്, മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും തമ്മിലുള്ള തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് കാണാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കേസാണ് ഈ സമയത്ത് നമുക്ക് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇഫ് ഹവർ ഹാൻഡ് കെയിം ഫസ്റ്റ്, അവർ ഹാൻഡ് ഫസ്റ്റ് വരിക എന്നുള്ള കേസ്. അതായത് ഫസ്റ്റ് ഞാൻ തന്ന ഈ എക്സാമ്പിൾ നോക്കൂ, 12:20 എന്നുള്ള സമയം തന്നിട്ടുണ്ടല്ലേ. ഇതിൽ സമയം 12:20. അപ്പൊ മണിക്കൂർ സൂചിയല്ലേ ആദ്യം വന്നിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ടല്ലേ ക്ലോക്ക് വൈസിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ മണിക്കൂർ സൂചി കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് സൂചി വന്നിരിക്കുന്നത്. അങ്ങനത്തെ കേസിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിജിറ്റ്സ് ഇൻറ്റു 30 ഡിഗ്രി മൈനസ് ഹാഫ് ഓഫ് ദ മിനിറ്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിജിറ്റ്സ് ഇൻറ്റു 30 മൈനസ് ഹാഫ് ഓഫ് ദ മിനിറ്റ്. എന്താ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12-ലാണ് ഉള്ളത് അല്ലേ, 4-ലാണ്. 12-ലാണ് മണിക്കൂർ സൂചി ഉള്ളത്, മിനിറ്റ് സൂചി ഉള്ളത് 4-ലാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 12 to 1, 1 to 2, 2 to 3, 3 to 4, 4 അത് ഇൻറ്റു 30 ഡിഗ്രി, 30 ഡിഗ്രി മൈനസ് ഹാഫ് ഓഫ് ദ മിനിറ്റ്. 12:20 20ന്റെ പകുതി 10. അപ്പോൾ 4 into 30 എന്ന് പറഞ്ഞാൽ 120 മൈനസ് 20/2 എന്ന് പറഞ്ഞാൽ 10.
110 ഡിഗ്രിയാണ് അർത്ഥം. ഓക്കെ, 120 മൈനസ് 10 ഈക്വൽ ടു 110 ഡിഗ്രി. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് മിനിറ്റ് ഹാൻഡ് ഈസ് ഫസ്റ്റ്, മിനിറ്റ് ഹാൻഡ് ആണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് കേസ് ഇതാ, ഇതിൽ മിനിറ്റ് ഹാൻഡ് അല്ലേ ഫസ്റ്റ് വരുന്നത്. ഇത് സമയത്ത് 4:05 എന്നുള്ള സമയമാണ്. 4:05 5ആണ് ആദ്യം വരുന്നത്. അതായത് 5 എന്ന് കാണിക്കണ മിനിറ്റ് ഹാൻഡ് ആണ് ആദ്യം വരുന്നത്, പിന്നെയാണ് അവർ ഹാൻഡ് വരുന്നത് അല്ലേ. അപ്പോ എന്താ ചെയ്യേണ്ടത്? മറ്റു നമ്മൾ ചെയ്തത് മൈനസ് ആണ് ചെയ്തത്, ഇവിടെ ചെയ്യേണ്ടത് പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിജിറ്റ്സ് ഇൻറ്റു 30 പ്ലസ് ഹാഫ് ഓഫ് ദ മിനിറ്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റ് എത്രയാ? 1 to 2, 2 to 3, 3 to 4. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിജിറ്റ് 3 ഇൻറ്റു 30 പ്ലസ് 4:05 ആണ്, 5 മിനിറ്റ് ആണ്. 5ന്റെ പകുതി 5/2 2.5. അപ്പോ 90 പ്ലസ് 2.5 92.5 ഡിഗ്രി. ഓക്കെ, മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. നമുക്ക് ചോദ്യം തന്നിട്ടുണ്ടായിരുന്നത് 9:10 എന്ന സമയത്ത് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുക? രണ്ടും തമ്മിൽ ആദ്യം ഇതിലേക്ക് നോക്കിക്കേ, ഏതാ ആദ്യം വരുന്നത്? അവർ ഹാൻഡ് അല്ലേ ആദ്യം വരുന്നത് 9-ല്, ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, 1 2 3 4 5 5 ഡിഫറൻസ്. അപ്പൊ ഡിജിറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് 5 ഇൻറ്റു 30 മൈനസ് 9:10 ആണ്. മിനിറ്റ് എത്രയാ? 10 മിനിറ്റ്. 10/2. അപ്പൊ 150. 5 ഇൻറ്റു 30 എത്ര? 150. 150 മൈനസ് 10/2 5. 150 മൈനസ് 5 145. ഓക്കെ, ഇവിടെ അവർ ഹാൻഡ് ആണ് ആദ്യം വന്നത്, അപ്പൊ ഇവിടെ മൈനസ് ആണ് ചെയ്യേണ്ടത്. 5 ഇൻറ്റു 30 മൈനസ് 10/2. 150 മൈനസ് 5 145. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അവർ ആൻഡ് എ മിനിറ്റ് ഹാൻഡ് അറ്റ് 12:10? 12:10 എന്ന സമയത്ത് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിൽ ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണ്? 12:10 എന്ന സമയത്ത് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും കൂടി ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുമല്ലോ. 30 മിനിറ്റ് 30 സെക്കൻഡ് സമയം നമുക്ക് വീണ്ടും തരാം. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കൂ. ഹലോ, ഓക്കെ, ആൻസേഴ്സ് ഗുഡ്. ഓക്കെ, കുഴപ്പമില്ല. ആ മെത്തേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈ വക ചോദ്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങളെല്ലാം നമ്മൾ ഈസി ആക്കാൻ പോവുകയാണ്, കാരണം നമുക്ക് അതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ് അറിയാം. എന്തായിരുന്നു ചോദ്യം? സമയം എത്രയായിരുന്നു? 12:10 സമയം അല്ലേ? 12:10. ഇതിൽ ഏത് ഹാൻഡ് ആദ്യം വരുന്നത്? അവർ ഹാൻഡ് ആണോ മിനിറ്റ് ഹാൻഡ് ആണോ? അതെ, ഓക്കെ, അവർ ഹാൻഡ് ആണ് ആദ്യം വരുന്നത്. അവർ ഹാൻഡ് ആണെങ്കിൽ മൈനസ് ചെയ്യണം. അവർ ഹാൻഡ് ആണെങ്കിൽ മൈനസ് ചെയ്യണം. വെരി ഗുഡ്. അപ്പോ എങ്ങനെയാണ്? 12ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 2. 1 2. അപ്പോ 2 ഇൻറ്റു 30 മൈനസ് 12:10 അല്ലേ? മിനിറ്റ് 10/2.
2 ഇൻറ്റു 30 60 മൈനസ് 5 60 മൈനസ് 5 എത്രയാ 55. ഓക്കെ, 55 ഡിഗ്രി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, അവർ ഹാൻഡ് ആണോ സെക്കൻഡ് ഹാൻഡ് മിനിറ്റ് ഹാൻഡ് ആണോ ആദ്യം വരുന്നത് എന്ന് നോക്കുക. അവർ ഹാൻഡ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, മിനിറ്റ് ഹാൻഡ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക. ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം. Looking at the clock, the mirror show 12:50 as the time. The correct time is. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Looking at the clock, the mirror show 12:50 as the time. The correct time is. അതായത് ഒരു ക്ലോക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കണ്ണാടി ഇരിക്കുന്നുണ്ട്. കണ്ണാടിയിൽ കൂടെ ഒരു കുട്ടി സമയം നോക്കിയപ്പോൾ സമയം എത്രയാണ് കുട്ടി കണ്ടത്? 12:15 കണ്ടത്. അപ്പോൾ ശരിക്കുമുള്ള സമയം എന്തായിരിക്കും എന്നാണ് ചോദ്യം. ചെയ്യാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ 30 സെക്കൻഡ് സമയം എപ്പോഴും തരുന്നത് പോലെ തരാം. ഓക്കെ, ആൻസേഴ്സ് ഒക്കെ കമന്റ്സിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറെ പേരുടെയൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, കുഴപ്പമില്ല. ഇതിന്റെ മെത്തേഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ ടപ്പ് ചെയ്യുന്ന കമന്റ് ചെയ്യും. ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കാനുള്ള ഒരു സമയം അത്ര ആവശ്യമുള്ളൂ. ഇതിന് നമുക്ക് ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഉണ്ടാവുക അല്ലെ. സമയത്തിനെ, ക്ലോക്കിനെ കണ്ണാടിക്ക് നേരെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയല്ലേ ഉണ്ടാവുക? ഇതിപ്പോ 6:20 ആണ് സമയം. ഇത് കണ്ണാടിക്ക് നേരെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ തോന്നുക? 5:40 ആയിട്ടാണ് തോന്നുക അല്ലെ. 6:20 എന്നുള്ളത് 5:40 ആയിട്ടായിരിക്കും തോന്നുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇത് കണ്ടുപിടിക്കും? ഓക്കെ, ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ടു ഫൈൻഡ് ദ time in mirror image, subtract the given time from 11:60. നമുക്ക് ഒരു സമയം തന്നിട്ടുണ്ടാവും. ആ തന്നിരിക്കുന്ന സമയത്തെ 11:60 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ മിററിലുള്ള സമയം കിട്ടും. ഇനിയിപ്പോ തന്ന സമയം ഗ്രേറ്റർ ദാൻ 11 ആണെങ്കിൽ എന്ത് ചെയ്യും? സബ്സ്ട്രാക്ട് them from 23, subtract from 23:60. ഓക്കെ, അപ്പം മിറർ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സമയത്തെ 11:60 നിന്ന് കുറയ്ക്കാം. നമുക്ക് തന്നിരിക്കുന്ന സമയം 11-ലും കൂടുതലാണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോ ഒന്ന് ചെയ്ത് നോക്കിയല്ലേ. ടൈം ആദ്യം നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന സമയം 6:20 അപ്പൊ 11:60 ആഴ്ച 000624 11 മൈനസ് ഇമേജ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നിരിക്കുന്ന സമയത്തിന് കുറച്ച് നമുക്ക് മിറർ ഇമേജ് കിട്ടും. ഇനി സമയം 11-ലും കൂടുതലാണെങ്കിൽ 23:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗിവൺ ടൈം ഈസ് 12:50. മിറർ ഇമേജ് കാണണമെങ്കിൽ എന്തിനാ മൈനസ് ചെയ്യേണ്ടത്? 11:60 നിന്നാണോ മൈനസ് ചെയ്യേണ്ടത്? അല്ലല്ലേ, തന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് മൈനസ് ചെയ്യുന്നത്. അപ്പോ 23:60 മൈനസ് 12:50. 60 മൈനസ് 15 എത്ര? 45.
23 മൈനസ് 12 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 11. 11:45 അല്ലേ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ, നമ്മുടെ ആൻസർ എത്രയാണ്? 11:45. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, ദ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് ആൻ അവർ ആൻഡ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 8:25. 8:25 സമയമായിരിക്കുമ്പോൾ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8:25 എന്ന സമയത്തില് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. 30 സെക്കൻഡ് സമയം തരാം. ഓക്കെ, വേഗം. ഇപ്പൊ നമുക്ക് മെത്തേഡ് അറിയാം, അതുകൊണ്ട് വേഗം കമന്റ് ആയി പോരട്ടെ ആൻസേഴ്സ്. ഹലോ, ചെയ്ത് നോക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ഗുഡ്. ഓപ്ഷൻ ഡി കുറെ പേര് പറയുന്നുണ്ട്. ഓപ്ഷൻ സി പറയുന്നവർ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ, നാദിക്ക് ഓപ്ഷൻ ഡി 102 1/2 ഡിഗ്രി. ഓക്കെ, 102.5 ഡിഗ്രി അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ഉത്തരത്തിലേക്ക് പോയാലോ? ടൈമിംഗ് ക്ലോക്ക് 8:25 എന്നാണ് തന്നിരിക്കുന്നത്. ആംഗിൾ എങ്ങനെ കാണുക? ഇനി എപ്പോഴും നമുക്ക് ഇങ്ങനെ ക്ലോക്ക് വേണമെന്നില്ല, കുറച്ചൊക്കെ നമ്മൾ ആലോചിക്കണം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വരച്ച് നോക്കണം. 8:25 എന്ന് വരുമ്പോൾ മിനിറ്റ് ഹാൻഡ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? 5-ലാവും ഉണ്ടാവുക. അവർ ആൻഡ് 8-ലും. 5ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 3 ആണല്ലേ? ഇവിടെ മിനിറ്റ് ഹാൻഡ് ആണോ അവർ ഹാൻഡ് ആണോ ആദ്യം വന്നിരിക്കുന്നത്? ഗുഡ്, മിനിറ്റ് ഹാൻഡ് ആണ് വന്നിരിക്കുന്നത്. മിനിറ്റ് ഹാൻഡ് വന്നാൽ പ്ലസ് ചെയ്യാം, മിനിറ്റ് ഹാൻഡ് വന്നാൽ പ്ലസ് ചെയ്യാം, മിനിറ്റ് ഹാൻഡ് വന്നാൽ പ്ലസ് ചെയ്യാം. അപ്പോൾ 3 × 30 + 25/2 എത്ര മിനിറ്റ് ആയിരുന്നു? 25 മിനിറ്റ്. 25/2. 3 × 30 എത്ര? 90 + 25/2. 25/2 12.5. 90 + 12.5 102.5. 102.5നെ 102 1/2 ഡിഗ്രി എഴുതിക്കൂടെ? ഓക്കെ, അപ്പോ ഇത് ഞാൻ ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ മെത്തേഡാണ്. ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ആ ഒരു കാര്യം ആലോചിക്കേണ്ടുള്ളൂ. അവർ ഹാൻഡ് ആദ്യം വന്നാൽ മൈനസ് ചെയ്യുക, മിനിറ്റ് ഹാൻഡ് ആദ്യം വന്നാൽ പ്ലസ് ചെയ്യുക. എക്സാം ഹോളിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അവർ ഹാൻഡ് ആദ്യം വന്നാൽ മൈനസ് ചെയ്യുക, മിനിറ്റ് ഹാൻഡ് ആദ്യം വന്നാൽ പ്ലസ് ചെയ്യുക. മിനിറ്റ് അല്ലേ ചെറുത്, ചെറുതിന്റെ കൂടെ എന്തായാലും കൂട്ടല്ലേ വേണ്ടത്? അവല്ലേ വലുത്, അവളൊന്ന് കുറയ്ക്കാൻ വേണ്ടത്. ചെറുതിന്റെ കൂടെ അവള് കൂട്ടുകയാണ് ചെയ്യുക, വലുതാണെങ്കിൽ അവൾ അതിനെ കുറയ്ക്കുകയാണ് ചെയ്യുക, അല്ലേ? അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവല്ലേ? The minutes hand and second hands are 25 minutes apart. What is the angle between them? മിനിറ്റ് ഹാൻഡും സെക്കൻഡ് ഹാൻഡും 25 മിനിറ്റ് അപ്പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? മിനിറ്റ് ഹാൻഡും സെക്കൻഡ് ഹാൻഡും തമ്മിലുള്ള ഒരു ദൂരം എന്ന് പറഞ്ഞാൽ 25 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്, പക്ഷെ ചോദ്യത്തില് കൺസെപ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കുമോ? നമ്മുടെ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഐഡിയ
കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. ചെയ്ത് നോക്കിയോ? കമന്റ് ആയിട്ട് ആൻസേഴ്സ് ഒന്നും വന്നില്ലല്ലോ. വേറെ മെത്തേഡ് ആയതുകൊണ്ടാണ് പ്രശ്നമായത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫൈവ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട്. ഈ ക്ലോക്കിൽ നോക്കൂ, ക്ലോക്ക് മൊത്തം ഒരു വട്ടാണല്ലേ. ഒരു വട്ടത്തിന്റെ മൊത്തം എത്ര ഡിഗ്രി ഉണ്ടാവും? ഒരു വട്ടം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ് ഒരു വട്ടം ഉണ്ടാവുക. നമുക്കറിയാതെ ഇത് മൊത്തം 360 ഡിഗ്രിയാണ്. അപ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? എത്ര 5ന്റെ ഡിവിഷൻസ് ആണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഡിവിഷൻ ആണുള്ളത്. അപ്പോൾ 360 മൈനസ് 12 ഈക്വൽ ടു 30 അല്ലേ? 360/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 30 ഡിഗ്രിയാണ് 5 മിനിറ്റ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അപ്പൊ ഒരു മിനിറ്റ് എത്രയായിരിക്കും? 30/5. 30 ഡിഗ്രി ബൈ 5 6 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 25 മിനിറ്റ് എത്രയായിരിക്കും? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 25 പറഞ്ഞത്. അപ്പൊ 25 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 6 150 ഡിഗ്രിയാണ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രിയാണ്. എങ്ങനെ കിട്ടിയത്? മൊത്തം ഒരു സർക്കിള് 360 ഡിഗ്രിയാണ് ഉണ്ടാവുക നമുക്കറിയാം. 360നെ എത്ര 5ന്റെ ഡിവിഷൻസ് ആണുള്ളത്? 12 5ന്റെ ഡിവിഷൻസ് ആണുള്ളത്. അപ്പോൾ 360/12 30 ഡിഗ്രി എന്ന് കിട്ടി. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 30 ഡിഗ്രി ബൈ 5 6 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 25 മിനിറ്റ് എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 6 150 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രിയാണ്. ഈ രണ്ട് കാര്യം ഓർത്തിരുന്നാൽ മതി. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് 30 ഡിഗ്രിയാണ്. ഓക്കെ, ഈ ഒരു 5 മിനിറ്റിന്റെ കോണളവ് എന്ന് പറഞ്ഞാൽ 30 അല്ലെ? ഇതും അപ്പൊ 30 അല്ലേ? ഇതും അപ്പൊ 30 അല്ലേ? ഓരോ 5 മിനിറ്റും തമ്മിലുള്ള കോണളവ് 30 ഡിഗ്രിയാണ്. ഒരു മിനിറ്റ് തമ്മിലുള്ള കോണളവ്, ഒരു മിനിറ്റ് വളരെ അടുത്തല്ലേ? ഒരു മിനിറ്റ് തമ്മിലുള്ള കോണളവ് 6 ഡിഗ്രിയാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് അറ്റ് 7:20. 7:20 എന്ന സമയത്ത് മിനിറ്റ് ആൻഡും അവർ ആൻഡും തമ്മിൽ ഉണ്ടാക്കുന്ന കോണളവ് ആംഗിൾ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ചെയ്ത് നോക്കുവോ? 30 സെക്കൻഡ് സമയം തരാം. ഹലോ,
ആൻസേഴ്സ് ഒക്കെ കമന്റ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ശരിയാണ്. മിടുക്കികളും മിടുക്കന്മാരും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് കിട്ടിയല്ലേ? അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. സമയം എത്രയാ തന്നിരിക്കുന്നത്? 7:20 സമയം തന്നിരിക്കുന്നത് അല്ലേ? 7:20 ആവുമ്പോ ഏതാ ഇവിടെ ആദ്യം വന്നിരിക്കുന്നത്? മിനിറ്റ് ഹാൻഡ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. മിനിറ്റ് ഹാൻഡ് ആദ്യം വന്നാല് മിനിറ്റ് കുറവാണ്, കുറവ് ആദ്യം വന്നാൽ കൂട്ടാൻ പ്ലസ് ഇടണം. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 3. അപ്പോ 3 × 30 + 20/2 20/2. 3 × 30 90 + 20/2 10 90 + 10 100 ഡിഗ്രി. ഓക്കെ, അപ്പോ ഇവിടെ മിനിറ്റ് ഹാൻഡ് ആണ് ആദ്യം വന്നത്. മിനിറ്റ് ഹാൻഡ് ആദ്യം വന്നാൽ പ്ലസ് ചെയ്യണം. പിന്നെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. 3 × 30 + 20/2 10 90 + 10 100 ഡിഗ്രി എന്ന് വരും. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ഇനി വേറെ അടുത്ത ചോദ്യത്തിന് മുമ്പ് നമുക്ക് കുറച്ച് ഒരു ബേസിക്, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ എവിടെയും കണ്ടില്ല, പക്ഷെ മേ ബി ഇനി ചോദിച്ചു, അതുകൊണ്ട് എനിക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ഇടാം ഉള്ള ഒരു പറ്റില്ല. അപ്പൊ ഞാൻ ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഈ മെത്തേഡ് എന്ന് വിചാരിച്ചു. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് ബോത്ത് ഹാൻഡ്സ് ഫോം എ സ്ട്രേറ്റ് ലൈൻ ദെൻ ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ 180 മൈനസ് ഹാഫ് ഓഫ് ദ മിനിറ്റ്. ഇതിൽ നോക്കൂ, ഈ ഒരു സമയം ഇതെത്ര? 1:38 സമയം അല്ലെ? 1:38 എന്നുള്ള സമയത്ത് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരിക. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയി വരുമ്പോൾ ആംഗിൾ കാണാൻ 180 മൈനസ് ഹാഫ് ഓഫ് ദ മിനിറ്റ്. 180 ഹാഫ് ഓഫ് ദ മിനിറ്റ് പറഞ്ഞാൽ 38ന്റെ പകുതി. 180 മൈനസ് ആണ് വരിക. ഇവിടെ നമ്മൾ വേറെ ഒന്നും നോക്കണ്ടാവില്ല, ആദ്യം ഏതാ ഒന്നും നോക്കുന്ന ആവശ്യമില്ല. 180 മൈനസ് 38/2. 180 38 മൈനസ് 2 പറയുമ്പോൾ 19. 180 മൈനസ് 19 എത്ര? 161 അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്ന വേറെ സമയങ്ങൾ ഉണ്ടാവില്ലേ? 4:52 വരും. അങ്ങനെ കുറെ സമയങ്ങൾ അങ്ങനെ വരും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്. ആ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ 180 മൈനസ് ഹാഫ് ഓഫ് ദ മിനിറ്റ്. അതാണ് ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ്സ് ആൻഡും അവർ ആൻഡും മിനിറ്റ്സ് ആൻഡും അവർ ആൻഡും തമ്മിലുണ്ടാകുന്ന കോണളവ് 180 മൈനസ് ഹാഫ് ഓഫ് ദ മിനിറ്റ്. 180 മൈനസ് ഹാഫ് ഓഫ് 180 മിനിറ്റിന്റെ പകുതി കുറയ്ക്കുക. 180 മൈനസ് ഹാഫ് ഓഫ് ദ മിനിറ്റ്. മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു കാര്യം, both the hands in same digit then angle between hands പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ മിനിറ്റ് ആണ്. രണ്ട് സൂചികളും ഒരേ ഇതിൽ വരിക. ഇത് നോക്ക്, ഇപ്പൊ 4:20 4:20 5:25 6:30 12 മണി 1:10 1:05 2:10 3:15 അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ആംഗിൾ എന്ന് പറഞ്ഞാൽ മിനിറ്റിന്റെ പകുതി ആയിരിക്കും. ഇവിടെ എത്രയാണ്? 20 അല്ലേ? 20ന്റെ പകുതി 10. അപ്പൊ 10 വന്നത് വെച്ചാൽ 2:10 ആണെങ്കിൽ 10ന്റെ പകുതി 5. അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം, a clock is set right at 9 a.m. The clock gains 10 minutes in 24 hours. What will be the true time when the clock indicates 2 p.m. of the following day? കുറച്ച് കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടല്ലേ. എ ക്ലോക്ക് സെറ്റ് റൈറ്റ് അറ്റ് 9 a.m. ഒരു ക്ലോക്ക് 9 മണിക്ക് ശരിയാക്കി വെച്ച്, പക്ഷെ ക്ലോക്കിന് ഒരു കുഴപ്പമുണ്ട്. ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴും
10 മിനിറ്റ് അത് ഗെയിൻ ചെയ്യും. വാട്ട് വിൽ ബി ദ ട്രൂ ടൈം വെൻ ദ ക്ലോക്ക് ഇൻഡിക്കേറ്റ് 2 PM? 2 മണി, പിറ്റേ ദിവസം ഈ ക്ലോക്കിൽ 2 മണി എന്ന് കാണിക്കുമ്പോൾ ഓൺ ദ ഫോളോയിങ് ഡേ, ഈ 2 മണി എന്ന് കാണിക്കുമ്പോൾ ശരിക്കുമുള്ള സമയം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഒരു ക്ലോക്ക് 9 മണിക്ക് സെറ്റ് ആക്കിയൊക്കെ വെച്ചു. പക്ഷെ ക്ലോക്കിന് എന്താ ഒരു കുഴപ്പമുള്ളത്? ഓരോ 24 മണിക്കൂർ കഴിയുമ്പോഴും അത് 10 മിനിറ്റ് ഗെയിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ട്രൂ ടൈം വെൻ ദ ക്ലോക്ക് ഇൻഡിക്കേറ്റ് 2 PM ഓൺ ദ ഫോളോയിങ് ഡേ? അടുത്ത ദിവസം 2 PM, ഉച്ചയ്ക്ക് 2 മണി എന്ന് ക്ലോക്കിൽ കാണിച്ചു. ക്ലോക്ക് ഓൾറെഡി തെറ്റാണല്ലോ. ക്ലോക്കിൽ 2 മണി എന്ന് കാണിക്കണമെങ്കിൽ ശരിക്കുമുള്ള സമയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് സമയം തരുന്നു, നിങ്ങളൊന്ന് ഇതിന്റെ മേലെ ഇരുന്നപ്പോൾ കുറച്ച് കൺസെപ്റ്റ് ഒക്കെ കിട്ടിയില്ലേ? കുറച്ച് ആംഗിളും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തു നോക്കാം എന്നൊന്ന് നോക്കുക. ഓക്കെ, ഹലോ, കമന്റ് സെക്ഷൻ അങ്ങോട്ട് ആക്റ്റീവ് ആവുന്നില്ലല്ലോ. കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലേ. പക്ഷെ ഇതിന്റെ മെത്തേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, ഓ ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ എന്ന് വിചാരിക്കും. അപ്പൊ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഒരു ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് 9 മണിക്ക് സെറ്റ് ആക്കിയൊക്കെ വെച്ചു. നമ്മള് 9 മണിക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം 9 മണിയായപ്പോ, അതായത് ഒരു 24 മണിക്കൂറില് അത് 10 മിനിറ്റ് ഗെയിൻ ചെയ്യുന്ന പറയാം. എന്താണ് ഗെയിൻ ചെയ്യാന്ന് പറഞ്ഞാല്, ക്ലോക്ക് ഗെയിൻസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലോക്ക് ഈസ് റണ്ണിങ് ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. ക്ലോക്ക് സ്പീഡിലാണ് പോണത്. സ്പീഡിൽ പോവുക, 10 മിനിറ്റ് സ്പീഡിലാണ് പോയതെന്ന് വെച്ചാൽ ഒറിജിനൽ സമയം 8:50 അല്ലേ ആയിട്ടുണ്ടാവുള്ളൂ. ഒറിജിനൽ സമയം 8:50 ആയപ്പോഴേക്കും ക്ലോക്കില് 9 മണിയായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ക്ലോക്ക് ഗെയിൻസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലോക്ക് വേഗത്തിലോട്, ക്ലോക്ക് ഈസ് റണ്ണിങ് ഫാസ്റ്റ് എന്നാണ് അർത്ഥം. ക്ലോക്ക് ഗെയിൻസ് ടൈം എന്ന് പറഞ്ഞാല് റണ്ണിങ് ഫാസ്റ്റ്. റണ്ണിങ് ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും 10 മിനിറ്റ് കൂടുതലായിട്ടാണ് ഓടുന്നത്. 10 മിനിറ്റ് കൂടുതലായിട്ടാണ് ക്ലോക്ക് ഓടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരി 9 മണി ക്ലോക്കിലാവുമ്പോ ശരിക്കുള്ള സമയം 8:50 അല്ലേ ആവേണ്ടത്? പറ്റില്ല ഐഡിയ. അപ്പൊ പിറ്റേ ദിവസം 24 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇങ്ങനെ 10 മിനിറ്റ് ഗെയിൻ ചെയ്യുന്നത്. അപ്പൊ പിറ്റേ ദിവസം 9 മണി ആയപ്പോ 8:50 ആയിരുന്നു സമയം ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 24 മണിക്കൂറിന് 10 മിനിറ്റ് ആണ് ഗെയിൻ ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അപ്പോ പിന്നെ 2 മണിയാണ് ക്ലോക്കിലായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ശരിക്കും എത്ര സമയമായിരിക്കും എന്നാണ് ചോദ്യം. 2 മണിയാണ് ക്ലോക്കിലായിട്ടുണ്ടായിരുന്നത്. 2 മണി, അപ്പൊ 9 2 എത്ര മണിക്കൂറുണ്ട്? 10, 11, 12, 1, 2, 5 മണിക്കൂറുണ്ടല്ലേ. അപ്പൊ 24 മണിക്കൂറിന് 10 മിനിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 5 മണിക്കൂറിന് എത്ര മിനിറ്റ് ഗെയിൻ ചെയ്യും? 10:24 x/5 ഇങ്ങനെ എഴുതിക്കൂടെ? ഇതിന് 10 × 5 = 24 × x എന്ന് എഴുതാം. 10 × 5 50/24. 50/24 അപ്രോക്സിമേറ്റ്ലി 2 അല്ലേ. അപ്പോൾ 10 മിനിറ്റ് ഓൾറെഡി ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്ന് 2 മിനിറ്റ് കൂടെ ഗെയിൻ ചെയ്ത 12 മിനിറ്റ് മൊത്തം ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ 2 മണിക്ക് 12 മിനിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ 1:48. 1:48നെ 48 മിനിറ്റ് 1:48 പ്രതിബിംബിന്ന് ചോദ്യത്തില് 1:48 ഏതാണ്
എങ്ങനെ മനസ്സിലായത്? 48 minutes past 1 അല്ലേ? 1:48. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും എഴുതുക, 48 minutes past 1, 46 minutes past 1, 49 minutes past 1, 1:48, 1:49, 1:46, 1:52, അതൊക്കെയാണ് ആ സമയം. ഓക്കെ, അപ്പൊ ഈ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി പറയണ്ടല്ലോ, ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലോക്ക് സ്പീഡിൽ ഓടുക, ഫാസ്റ്റിൽ ഓടുക എന്നാണ് അർത്ഥം. ഫാസ്റ്റിൽ ഓടുമ്പോൾ സമയം കുറയാണ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഗെയിനിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇനി ലോസിന്റെ ഒരു ക്വസ്റ്റ്യൻ പറയാം. എ ക്ലോക്ക് ലോസസ് 30 seconds in each hour. If the clock is set right time at 12 noon on Sunday, what angle will the hour needle and minute needle make each other at midnight on the same day? ഒരു ക്ലോക്ക് ഓരോ ഒരു മണിക്കൂറിലും 30 സെക്കൻഡ് ലോസ് ചെയ്യും. ക്ലോക്ക് 12 മണി ഉച്ചയ്ക്ക്, ഒരു ദിവസം 12 മണി, ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ശരിയാക്കി വെച്ചതായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതേ ദിവസം തന്നെ രാത്രി മിഡ് നൈറ്റ് ആകുമ്പോൾ രാത്രി 12 മണിക്ക് അവർ ഹാൻഡിലും മിനിറ്റ് ഹാൻഡിലും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഒരു ക്ലോക്ക് 30 സെക്കൻഡ്, ഓരോ ഒരു മണിക്കൂറിലും 30 സെക്കൻഡ് ലോസ് ചെയ്യുന്നുണ്ട്. ക്ലോക്ക് 12 മണി, സൺഡേ 12 മണിക്ക് സെറ്റ് ചെയ്ത് വെച്ചു. വാട്ട് ഇസ് ദ ആംഗിൾ will the hour needle and minute needle make each other at midnight on the same day? ഒന്ന് ചെയ്ത് നോക്കൂ. ഹലോ, എന്തായി? ചിലരൊക്കെ 33 എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, 36 കമന്റ് ചെയ്തവരുണ്ട്, ആൻസർ കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, എന്താ നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ഹിയർ ക്ലോക്ക് ലോസസ് 30 സെക്കൻഡ് ഇൻ ഈച്ച് അവർ. ഓരോ ഒരു മണിക്കൂറിലും ക്ലോക്ക് 30 സെക്കൻഡ് ക്ലോക്കിന് നഷ്ടാവും. 30 സെക്കൻഡ് കുറയാന്ന് പറഞ്ഞാൽ ക്ലോക്ക് പതുക്കെയാണ് പോണതെന്ന്. അപ്പൊ സമയം കൂടുതലല്ലേ ഉണ്ടാവുക? ക്ലോക്ക് പതുക്കെയാണ് പോകുന്നത് പറഞ്ഞാൽ സമയം കൂടുതലാണ് ഉണ്ടാവുക. ടോട്ടൽ ടൈം ലോസ് ബിറ്റ്വീൻ 12 PM ആൻഡ് 12 AM. ഉച്ചയ്ക്ക് 12 മണിക്ക് സെറ്റ് ചെയ്തിട്ട് മിഡ് നൈറ്റ് 12 മണിക്കാണ് നോക്കിയത്. അപ്പൊ എത്ര ടൈം ലോസ് ഉണ്ടായി എന്ന് അറിയണമെങ്കിൽ ഓരോ 30 സെക്കൻഡിലും 30 സെക്കൻഡാണ് ഓരോ മണിക്കൂറിലും ലോസ് ചെയ്യുന്നത്. അപ്പൊ 12 മണിക്കൂറിൽ എത്ര സെക്കൻഡ് ലോസ് ചെയ്തിട്ടുണ്ടാവും? 30 × 12 അല്ലേ? 12 മണിക്കൂറല്ലേ ഉള്ളത്, 12 PM 12 AM തമ്മില്. അപ്പൊ 30 × 12 360 സെക്കൻഡ്. 360 സെക്കൻഡ് എന്ന് പറഞ്ഞാല് എത്ര മിനിറ്റാ? 360/60 മിനിറ്റ് ആണ്. അതായത് 6 മിനിറ്റ് ആണ്. 6 മിനിറ്റ് ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ അർത്ഥം?
6 മിനിറ്റ് ക്ലോക്ക് സ്ലോ ആയിട്ടാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുമുള്ള സമയം എത്ര 12:06 എന്നല്ലേ അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 12:06 എന്നുള്ള സമയത്ത് രണ്ട് ഹാൻഡ്സും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 12:06. നമ്മൾ മനസ്സിലാലോചിക്കുക. 12:06. മിനിറ്റ് ഹാൻഡ് ആണ് ആദ്യം. മിനിറ്റ് ഹാൻഡ് ചെറുതാണ്, ചെറുതിന്റെ കൂടെ കൂട്ടണം. അപ്പോൾ രണ്ടും തമ്മിലുള്ള ആംഗിള് ഡിഫറൻസ് 1 ആണ്. 1 × 30 + 6/2. 1 × 30 പറയുമ്പോൾ 30 + 3, 33 ഡിഗ്രി. 33 ഡിഗ്രി കിട്ടിയില്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ ക്ലോക്ക് ലോസസ് 30 സെക്കൻഡ് ഇൻ ഈച്ച് അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ക്ലോക്ക് ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലോക്ക് പതുക്കെ പോവുക. ക്ലോക്ക് സ്ലോലി റൺ ചെയ്യുന്നതിനാണ് ലോസ് ചെയ്യാന്ന് പറയുക. 6 മിനിറ്റ് ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ 12:06 സമയം. രണ്ട് ആംഗിൾസ്, രണ്ട് ഹാൻഡ്സ് തമ്മിലുള്ള ആംഗിൾ 12:06 കാണെങ്കിൽ ഇവിടെ മിനിറ്റ് ഹാൻഡ് ആണ് കൂടുതൽ ആദ്യം വരുന്നത്. അപ്പോൾ പ്ലസ് ചെയ്യുക. 1 × 30 + 6/2. 30 + 3, 33 ഡിഗ്രി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? If the reflection in a mirror of 12-hour clock show 1:45, what will be the original time? If the reflection in a mirror of 12-hour clock show 1:45, what will be the original time? ഒരു ക്ലോക്കിന്റെ റിഫ്ലക്ഷൻ, 12 മണിക്കൂറുള്ള ഒരു ക്ലോക്കിന്റെ റിഫ്ലക്ഷൻ 1:45 കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ടൈം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ചെയ്യണം. എല്ലാവരും ആൻസർ കമന്റ് ചെയ്യണം. ഓക്കെ, ഹലോ. ഓക്കെ, ഗുഡ്. കുറെ പേരൊക്കെ ആൻസർ ശരിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം അല്ലേ? എന്താ ഇക്വേഷൻ? എന്താ ടൈം കാണണമെങ്കിൽ, റിഫ്ലക്ഷൻ കാണണമെങ്കിൽ 11:60 നിന്ന് തന്നിരിക്കുന്ന സമയത്തെ കുറയ്ക്കാം. 11:60 - 1:45. 11:60 - 1:45 എന്ന് വരുമ്പോൾ 60 - 45 പോയാൽ 15. 11 - 60 - 45 പോയാൽ 15. 11 - 1 പോയാൽ 10. 10:15. 10:15 സമയം അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? If the minute hand of a clock has moved 300 degree, then how many degree has the hour hand moved? If the minute hand of a clock has moved 300 degree, then how many degree has the hour hand moved? Minute hand 300 ഡിഗ്രി മൂവ് ചെയ്തു. ആ സമയത്ത് അവർ ഹാൻഡ് എത്ര ഡിഗ്രി ആയിരിക്കും മൂവ് ചെയ്തിട്ടുണ്ടാവുക? മിനിറ്റ് ഹാൻഡ് 300 ഡിഗ്രി മൂവ് ചെയ്യുന്ന സമയത്ത് അവർ ഹാൻഡ് എത്ര ഡിഗ്രി ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക എന്നാണ് ചോദ്യം. ഒന്ന് ചെയ്തു നോക്കുവോ? 30 സെക്കൻഡ് സമയം ഞാൻ തരാം. എല്ലാവരും വേഗം ചെയ്യണം.
ഹലോ. ഓക്കെ, നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോയാലോ? കുറേ പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ശരിയാണ്. എന്തായാലും ഞാൻ ആൻസർ പറയാം. ഓക്കെ, എന്താ തന്നിട്ടുണ്ടായിരുന്നത്? മിനിറ്റ് ഹാൻഡ് മൂവ് 6 ഡിഗ്രി ഇൻ 1 മിനിറ്റ്. നമുക്കറിയാം മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രിയാണ് മൂവ് ചെയ്യുക? 6 ഡിഗ്രിയാണ്. ആ സമയത്ത് അവർ ഹാൻഡ് എത്ര ഡിഗ്രിയാണ് ഒരു മിനിറ്റിൽ മൂവ് ചെയ്യാന്നറിയോ? 1/2 ഡിഗ്രി, ഹാഫ് ഡിഗ്രിയാണ് മൂവ് ചെയ്യുക. മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റിൽ 6 ഡിഗ്രി മൂവ് ചെയ്യുമ്പോൾ അവർ ഹാൻഡ് അതേ സമയത്ത് ഹാഫ് ഡിഗ്രിയാണ് മൂവ് ചെയ്യുക. ഇവിടെ മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി മൂവ് ചെയ്തു എന്ന് പറയുന്നത്? 300 ഡിഗ്രി മൂവ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ എത്ര മിനിറ്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്? 300/6 is equal to 50 minutes. 50 മിനിറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ ഹാൻഡ് 50 മിനിറ്റ് ആകുമ്പോൾ അവർ ഹാൻഡ് എത്ര മൂവ് ചെയ്യും? 50 × 1/2, 25 ഡിഗ്രി. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റിൽ 6 ഡിഗ്രിയാണ് മൂവ് ചെയ്യുന്നത്. അതേ സമയത്ത് ഒരു മിനിറ്റിൽ അവർ ഹാൻഡ് മൂവ് ചെയ്യുക ഹാഫ് ഡിഗ്രിയാണ്. ഇവിടെ മിനിറ്റ് ഹാൻഡ് 300 ഡിഗ്രി മൂവ് ചെയ്തിട്ടുണ്ട്. 300 ഡിഗ്രി എന്ന് പറയുമ്പോൾ 300/6, 50 മിനിറ്റ് മൂവ് ചെയ്തു. അപ്പോൾ അവർ ഹാൻഡ് എത്ര മൂവ് ചെയ്തു? 50 × 1/2, 25 ഡിഗ്രി മൂവ് ചെയ്തു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു അസൈൻമെന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്യണം. യൂട്യൂബ് ചാനലിൽ കമന്റ് ചെയ്യണം. ഈ അസൈൻമെന്റ് എന്തായാലും ചെയ്യണം. അതിനുശേഷം മാത്രമേ ഞാൻ ഇതിന്റെ ആൻസർ പറഞ്ഞു തരുള്ളൂ. നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ ആൻസർ പറഞ്ഞു തരാം. A clock is set right at 5 a.m. The clock closes 60 minutes in 24 hours. What will be true time when the clock indicates 10 p.m. on 4th day? ഒരു ക്ലോക്ക് 5 മണിക്ക് സെറ്റ് ചെയ്ത് വെച്ചു. ക്ലോക്കിന്റെ ഒരു സ്വഭാവം എന്താ? ക്ലോക്ക് ക്ലോസസ് 60 മിനിറ്റ് ഇൻ 24 hours. ഒരു ദിവസം കൊണ്ട് അത് 16 മിനിറ്റ് ലോസ് ചെയ്യും. What will be the true time when the clock indicates 10 p.m. on 4th day? 4ാമത്തെ ദിവസം 10 മണി എന്ന് കാണിക്കുമ്പോൾ ക്ലോക്കിൽ ഉള്ള ശരിക്കുമുള്ള സമയം എന്താണ്? ശരിക്കുമുള്ള സമയം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ചോദ്യം എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എഴുതിയെടുക്കുകയും ചെയ്തോളൂ. ഇനി ഞാനതിന്റെ PDF ഷെയർ ചെയ്യും. ടെലിഗ്രാം ചാനലിൽ നോട്ട് ഷെയർ ചെയ്യും. പക്ഷെ എന്തായാലും ഇതൊന്ന് എഴുതിയെടുത്തോളൂ. ഓപ്ഷൻ 12 p.m, 10 p.m, 9 p.m, 11 p.m. എല്ലാവരും എഴുതിയെടുത്തില്ലേ? ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു സ്ലൈഡ് കാണാണ്ടാവും വിചാരിക്കുന്നു. PDF ഇതെന്താന്ന് വെച്ചാൽ, നമ്മൾ നാളൊരു എക്സാം നടത്തി. എക്സാമിൽ ഞാൻ ഒരുവിധമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലെടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് LCM HCF എന്നുള്ള പോർഷൻ ഞാനല്ല എടുത്തത്, ഗംജീത് സാറാണ് എടുത്തത്. അപ്പൊ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിരുന്നു. അപ്പോൾ എക്സ്പ്ലനേഷന് മാത്രമായിട്ടൊരു സെക്ഷൻ എടുക്കാൻ
ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാ. അപ്പൊ ഇനി വീണ്ടും അതിന് മാത്രമായിട്ട് ഒരു സെക്ഷൻ വേണമെന്ന് തോന്നില്ല. അപ്പൊ ഞാൻ ഈ LCM ആൻഡ് HCFലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോയിൽ നോക്കിയാൽ മതി. അതത് ചാപ്റ്റേഴ്സിന്റെ യൂട്യൂബ് വീഡിയോ നോക്കിയാൽ അത് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The HCM if and LCM of two numbers is 50 and 1560. 15ഉം 1560 ആണ്. One of the number is 120. Find the other. ഒരു നമ്പർ 120 ആണെങ്കിൽ അടുത്ത നമ്പർ എത്രയെന്നാണ് ചോദിക്കുന്നത്. ഒരു ഇക്വേഷൻ ഉള്ളത് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCF ഇൻറ്റു LCM ആണ്. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും ചോദിക്കും. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് HCF ഇൻറ്റു LCM. ഒരു നമ്പർ എക്സും ഒരു നമ്പർ വൈയും ആണെങ്കിൽ ആ എക്സ് ഇൻറ്റു വൈ ആണ് അവരുടെ ആ നമ്പേഴ്സിന്റെ HCF ഇൻറ്റു LCM. ഓക്കെ, മനസ്സിലായില്ലേ? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു നമ്പർ 120 തന്നിട്ടുണ്ട്. അപ്പോൾ 150 ഇൻറ്റു 150 ഇൻറ്റു 1560 50 ഇൻറ്റു 1560 ഡിവൈഡഡ് ബൈ 120. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 195 എന്നാണ് കിട്ടുക. ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If the LCM of three numbers is 5896, then which of the following can be HCF? മൂന്ന് നമ്പേഴ്സ്, ത്രീ നമ്പേഴ്സ്, LCM of three numbers എന്ന് പറഞ്ഞാൽ 5896 ആണ്. ഏതോ മൂന്ന് നമ്പേഴ്സ് ഉണ്ട്. അതിന്റെ LCM 5896 ആണ്. അതിന്റെ HCF എന്തായിരിക്കും? അപ്പോൾ ഇത് ഏതിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുക. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതിന്റെ മൾട്ടിപ്പിൾ ആണ് 5896 എന്ന് ചെയ്ത് നോക്കുക. LCM എന്ന് പറഞ്ഞാൽ HCFന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ തന്ന ഓപ്ഷനിൽ ഏതാണ് 5896 ഏതിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 11 ആണ് കിട്ടുക. അപ്പോൾ 11 ആണ് HCF ആവാൻ സാധ്യത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ HCF ഓഫ് 0.032, 0.96 and 1.6? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് നോക്ക്. ഈ നമ്പേഴ്സ് മൾട്ടിപ്പിൾ ആയിട്ടല്ലേ ഇരിക്കുന്നത്. 16, 32, 90 അതൊക്കെ മൾട്ടിപ്പിൾ ആണ്. 16, 32, 96 അതൊക്കെ നമുക്ക് 16ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. അങ്ങനെയുള്ള സമയത്ത് അതിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് എന്തായിട്ട് വരിക? HCF ആയിട്ട് വരിക. ഈ 0.032, 0.96 ആൻഡ് 1.6 ഇതിന്റെ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ നമ്പേഴ്സിനൊക്കെ 32, 960, 1600 അങ്ങനെ എഴുതാം. എങ്ങനെ എഴുതിയത്? ആദ്യത്തെ നമ്പർ 0.032 ആണ്. ഇൻറ്റു എത്ര ചെയ്താലാണ് ഈ നമ്പറിനെ നമുക്കൊരു ഡിജിറ്റ് ഇല്ലാത്ത, ഫ്രാക്ഷൻ ഇല്ലാത്ത നമ്പർ ആക്കാൻ പറ്റുക? ഇൻറ്റു 1000 ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പൊ 32. രണ്ടാമത്തെ 0.96 1000 ചെയ്ത എത്ര വരിക? 960. 1.6 ചെയ്തപ്പോ എന്താ വന്നത്? 1600 ഇങ്ങനെ വന്നു. ഇതിന്റെ LCM HCF എത്രയാ? ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ 32 ആണ്. 32 ആണ്. അപ്പോൾ 32 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡിവൈഡഡ് ബൈ ഇൻറ്റു 1000 ചെയ്ത് ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. അപ്പോൾ 0.032 ആൻസർ കിട്ടും.
അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് HCF and LCM of two numbers is 0.27 and 16.2, if one of the number is 0.18, then find the other number. രണ്ട് നമ്പേഴ്സിന്റെ LCM-ഉം HCF-ഉം 0.27ഉം 16.2 ആണ്. ഒരു നമ്പർ 0.18 ആണെങ്കിൽ അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ HCF into LCM ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ 0.18 into 18 into x is equal to 0.27 into 16.2 നമുക്കിതിനെ എഴുതാം. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ 5.4 ആൻസർ കിട്ടും. ഓപ്ഷൻ എ 5.4. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ HCF ഓഫ് പോളിനോമിയൽസ് ആൻഡ് polynomial x plus 1 square, x minus 2, x plus 3 and x plus 1 into x plus 2 into x plus 3 whole square. Okay, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇതിന്റെ കോമൺ ഫാക്ടർ ആണ് ഇതിന്റെ HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോമൺ ഫാക്ടർ ആണ് ഇതിന്റെ HCF. അപ്പോൾ ഇത് ഏതൊക്കെ ഇക്വേഷൻ? x plus 1 square, x minus 2, x plus 3. ഓക്കെ, ഇനി ഇവിടെ x plus 1, x plus 2, x plus 3 all square ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിന്ന് കോമൺ ആയിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഇതെടുക്കാൻ പറ്റില്ലല്ലേ? ഇത് മൈനസും പ്ലസും ആണ്. x plus 1, ഒരു x plus 1 ഉണ്ട്, ഇവിടെ ഒരു x plus 1 ഉണ്ട്, x plus 3 ഉണ്ട്. അപ്പോൾ ഇതിന്റെ കോമൺ ഫാക്ടർ പറയുമ്പോൾ x plus 1 into x plus 3 ആണ്. ഓക്കെ, അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ x plus 1 into x plus 3 ആണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ. ഈ PDF ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക. നമ്മുടെ എക്സാം അടുക്കാറായി. ആദ്യത്തെ സെക്ഷൻ മെയ് 11-നാണല്ലേ? മെയ് 11-ന് എത്ര പേർക്ക് അന്ന് എക്സാം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഈ മാസം 27-ന് ഹോൾ ടിക്കറ്റ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുക. എന്തായാലും നന്നായി പഠിക്കുക. മലയാളം ഇംഗ്ലീഷൊക്കെ നന്നായി നോക്കണം. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.